ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മാറ്റേണ്ട കുറച്ച് സ്കിൻ കെയർ ഹാബിറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ആദ്യത്തേതാണ് അഗ്രസീവ് ഫേസ് വാഷ്. എന്താണ് അഗ്രസീവ് ഫേസ് വാഷിംഗ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരുപാട് സാധനങ്ങൾ വരുന്നതാണ് നമ്മൾ അഗ്രസീവ് ഫേസ് വാഷിംഗ് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തേന്ന് വെച്ചാൽ ഒരു ദിവസം 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഒരു പ്രാവശ്യം പുറത്ത് പോയിട്ട് വരുമ്പോൾ ഫേസ് വാഷ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മളൊന്ന് വിയർക്കും അപ്പൊ തന്നെ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യും, ഒന്നുകിൽ നിങ്ങൾ സോപ്പ് എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിന് നാച്ചുറൽ ആയിട്ട് ഓയിൽ ഉണ്ട്. അപ്പൊ നമ്മളത് നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഈ ഫേസ് വാഷിന് അറിയത്തില്ല, അല്ലെങ്കിൽ ഈ സോപ്പിന് അറിയത്തില്ല എത്ര നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ ഉണ്ട്, എത്ര അഴുക്കാണ് എന്നൊന്നും അറിയത്തില്ല. ഓയിൽ കണ്ടന്റിനെയാണ് ഇവർ വലിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ നാച്ചുറൽ ഓയിലും കൂടെ അവർ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്തതെന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ എന്നാ ഈ സംഭവം നല്ലതല്ലേ എന്ന്. അല്ല, നമ്മുടെ സ്കിൻ ഓയിലി ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിന് ഓൾറെഡി ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ള ഓയിലിനെ ഇങ്ങനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വീണ്ടും 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 ഓയിൽ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ മാക്സിമം 2 പ്രാവശ്യം ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുക. അല്ല ജസ്റ്റ് വാട്ടർ സ്പ്ലാഷിംഗ് ഒക്കെയാണ്, കാരണം ഇപ്പൊ ഇത് ചൂടത്തെ നമുക്ക് ജസ്റ്റ് വാട്ടർ സ്പ്ലാഷ് അതൊക്കെ ഫൈനാണ്, അല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. 1. 2, നിങ്ങളിപ്പം എന്തെങ്കിലും കണ്ടിട്ട് ചിലപ്പോ ഒരു ബ്രാൻഡിന്റെ പേരൊന്നും അറിയത്തില്ല, നാച്ചുറലി ചെന്നൊരു ഫേസ് വാഷ് വാങ്ങിയിട്ട് വരും, അതിനകത്ത് അത് എത്ര കണ്ടന്റ് ഉണ്ടെന്നോ എന്താണോ ഒന്നും നോക്കൂല. അപ്പം നമ്മൾ ആ ഫേസ് വാഷ് അങ്ങ് യൂസ് ചെയ്യും. മാക്സിമം കുറച്ച് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞിടാന്നുണ്ടെങ്കിൽ മാക്സിമം ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓൾ സ്കിൻ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് വാങ്ങിക്കുമ്പോൾ അത് കൂടുതലും ആൽക്കലൈൻ നേച്ചറിലോട്ട് വരുന്ന ഫേസ് വാഷുകളാണ് ഒരുപാടെണ്ണം. നമ്മളിപ്പം നാച്ചുറലി നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന തന്നെ ഒരുപാട് ഫേസ് വാഷുകൾ നാച്ചുറൽ ആണ് എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഫേസ് വാഷുകൾ പോലും അങ്ങനെ ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലുള്ള ഫേസ് വാഷുകളാണ്. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോർമൽ ആയിട്ടൊരു പി എച്ച് ഉണ്ട്. ഇത് ന്യൂട്രൽ ടു ആസിഡിക് പി എച്ചിലുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഫേസ് സ്കിൻ ടൈപ്പിലോട്ട് അല്ലെങ്കിൽ പി എച്ച് ഉള്ള സ്കിന്നിലോട്ട് നമ്മൾ ആൽക്കലൈൻ, അതായത് കുറച്ച് ആൽക്കലൈൻ്റെ മലയാളം കാരം അങ്ങനെ എന്തോ ആണ്, എനിക്ക് മലയാളം കറക്റ്റ് ആയിട്ടില്ല. പക്ഷെ ആൽക്കലൈനുള്ള അല്ലെങ്കിൽ ബേസിക് നേച്ചറുള്ള സാധനം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവും. അത് കാരണം ഇറിറ്റേഷനും സ്കിൻ ബാരിയർ ഡാമേജും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ ഈ അഗ്രസീവ് ഫേസ് വാഷിങ്ങിൽ വരുന്നതാണ് നമ്മൾ ഫേസ് വാഷ് 10 മിനിറ്റും 5 മിനിറ്റും ഒക്കെ ഫേസ് വാഷ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് വാഷ് 2 മിനിറ്റ് ഫേസിൽ ഇടുന്നത് നല്ലതാണ്. അതായത് AHA, BHA, സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ തുടങ്ങിയ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് 2 മിനിറ്റ് ഫേസ് നിർത്തിയിട്ട് പിന്നെ കഴുകിക്കളയും, കാരണം നമ്മളൊരു വർക്കിംഗ് ടൈം കൊടുക്കാൻ. പക്ഷേ ഇത് മറികടന്നിട്ട് ആൾക്കാർ 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ യൂസ് ചെയ്യും. സംഭവം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ് വാഷിലുള്ള കമ്പോണൻസിന് അറിയത്തില്ല ഏതാണ് നാച്ചുറൽ ഓയിൽ, ഏതാണ് നമ്മുടെ അഴുക്ക് എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ വലിച്ചെടുത്തിട്ട് സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആക്കും. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. അടുത്തതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റിൽ ചിലപ്പോഴേക്ക് പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നത് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചില ക്ലെൻസേഴ്സ് ലീവ് ഓൺ ക്ലെൻസേഴ്സ് ആയിട്ട് നമ്മൾ പറയും. അതായത് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ക്ലെൻസർ കൊണ്ട് ഫേസ് വാഷ് ചെയ്യുക, പിന്നെ വെള്ളം കൊണ്ട് കഴുകിക്കളയാണ്, ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റിയാൽ മതി. സാധാരണ ഒന്ന് തുടച്ച് മാറ്റിയാൽ മതി, തുണിയോട് തുടച്ച് മാറ്റാനായിട്ട് പറയും. അപ്പൊ ഉണ്ടാവണ എന്തെന്ന് വെച്ചാല്, നമ്മൾ എത്ര ജെന്റിലാണ് എന്ന് പറഞ്ഞാലും ഈ ക്ലെൻസേഴ്സിലൊക്കെ ഉള്ളത് ഇമോളിയന്റ് അല്ലെങ്കിൽ ഹിമക്റ്റന്റ് ഇതൊക്കെ ഉള്ളതിന്റെ കൂടെ ഇമൽസിഫയറും കൂടി ഉണ്ട്. ഞാൻ പെട്ടെന്ന് പേര് വിട്ട്, ഇമൽസിഫയറും കൂടി ഉണ്ട്. ഇപ്പൊ ഇമൽസിഫയർ എന്ന് പറയുമ്പോൾ പതപ്പിക്കുന്ന സാധനമാണ്. അപ്പൊ ക്ലെൻസർ ജസ്റ്റ് ചെറുതായിട്ട് പത വരുന്നത് ഇതിനകത്തുള്ള ഇമൽസിഫയർ ആണ്. ഈ ഇമൽസിഫയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെൻസിങ് പ്രോപ്പർട്ടീസ് ഫേസ് വാഷിൽ അല്ലെങ്കിൽ ക്ലെൻസേഴ്സിൽ നടക്കത്തുള്ളൂ. അപ്പൊ ഇമൽസിഫയർ നമ്മൾ ഒരിക്കലും സ്കിന്നിൽ ഓവറായിട്ട് ലീവ് ഓൺ ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓയിൽ വലിച്ചെടുക്കുന്ന സാധനം ഇമൽസിഫയർ ആണ്. അപ്പൊ ഇമൽസിഫയർ വലിച്ചെടുക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല നാച്ചുറൽ ഓയിലാണോ നമ്മുടെ ഫേസിൽ ഉള്ളതെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാച്ചുറൽ ഓയിലും കൂടി സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിൻകാരും സെൻസിറ്റീവ് സ്കിൻകാരും ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്കിൻ വീണ്ടും എക്സ്ട്രീംലി ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ സോ ലീവ് ഓൺ ക്ലെൻസേഴ്സ് വാങ്ങിയാലും നിങ്ങൾ സാധാരണ ലൂക്ക് വാം വാട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുന്നത് വെള്ളം കൊണ്ട് കഴുകി തന്നെ കളയണം, ലീവ് ഓൺ ചെയ്ത് വെക്കരുത് സ്കിന്നിൽ. അടുത്തതാണ് ഈ ഫിസിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഫേസിൽ. ഒന്നാമത്തേന്ന് വെച്ചാൽ ഫിസിക്കൽ സ്ക്രബ് തന്നെ. ഇപ്പൊ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, ഡു നോട്ട് യൂസ് ഫിസിക്കൽ സ്ക്രബ്സ് ഓൺ ഫേസ്. അതായത് നമ്മൾ ഫിസിക്കൽ സ്ക്രബിനകത്ത് ഉണ്ടാവണേന്ന് വെച്ചാൽ ആ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് ഡാമേജ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു മൈക്രോട്ടിയേഴ്സ് ഉണ്ടാവും, അത് കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറയും. അത് സ്ക്രബിന്റെ കാര്യം. 2, നമ്മൾ ഓവർ ഈ കോട്ടൺ പാഡ്സ് യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പ്രത്യേകിച്ചും ടോണേഴ്സിലൊക്കെ വെച്ചിട്ട്. അപ്പം ടോണേഴ്സിൽ കോട്ടൺ പാഡ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ എപ്പോഴും കോട്ടൺ പാഡ്സ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. അല്ലാതെ നമ്മൾ പാഡ്സ് വാങ്ങുമ്പോൾ കുറച്ച് റഫ് ആയിട്ടുള്ള കോട്ടൺ പാഡ്സ് ഉണ്ടാവും, അത് വാങ്ങിക്കരുത്. എപ്പോഴും സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ പാഡ്സ് വാങ്ങിക്കുക. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യും സ്കിൻ, അപ്പോൾ ഒരു റെഡ്നെസ് വരും. അപ്പം നമ്മുടെ വിചാരം നമ്മുടെ ഫുൾ അഴുക്കും പോയി എന്നാണ്. അങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ അഴുക്ക് പോകുമല്ല, നിങ്ങളുടെ സ്കിന്നിനൊരു ഇറിറ്റേഷൻ വന്നിട്ടാണ് ആ റെഡ് കളർ വരുന്നത്. സോ അങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് മാത്രമേ ടോണേഴ്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെയാണ് വെറ്റ് വൈപ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമല്ല. ഒന്ന്, അതിനകത്തുള്ള ആൽക്കഹോളിന്റെ കണ്ടന്റ് നമ്മുടെ സ്കിൻ ഡ്രൈ ആകും. രണ്ട്, നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് പുള്ളി ചെയ്യണം. അപ്പൊ അത് കാരണം നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഏർലി സൈൻ ഓഫ് ഏജിങ് വരും, അതായത് ഫൈൻ ലൈൻസും റിങ്കിൾസ് വരും. സൈൻസ് ഓഫ് ഏജിങ് ബാഡ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്, നാച്ചുറൽ ആയിട്ട് അല്ലാണ്ട് നമ്മളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഫൈൻ ലൈൻസും റിങ്കിൾസും വരുന്നതാണ് പ്രശ്നം. കാരണം നമ്മൾ ഏജ് ആവുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും വരും, അതൊരു പ്രശ്നമില്ല, അത് നല്ലതാണ്. നമ്മൾ പ്രായമാവുന്നു, മെച്യൂരിറ്റി നമ്മുടെ സ്കിന്നിന് വരുന്നു എന്നുള്ളതിന്റെ സിമ്പിൾസ് ആണ്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സൺ ഡാമേജ് കാരണം, അതല്ലെങ്കിൽ നമ്മളായിട്ടുള്ള ഈ ഡ്രാഗിങ്ങും പുള്ളിങ്ങും ഒക്കെ കാരണം വരുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ, ഇത്രയും ഡ്രാഗ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ. അടുത്തതാണ് ഈ ഫേസ് വാഷിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലെൻസിങ് ബ്രഷസ്, അതായത് ഫേസ് വാഷിന്റെ കൂടെ തന്നെ കിട്ടും. ഇതെന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ ഒരിക്കലും വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ദിവസം 2 നേരം ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് മൂക്കുരു വരാനും സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും ഉള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ട് സത്യത്തിൽ ഞാൻ ആ യൂട്യൂബറിന്റെ പേര് പറഞ്ഞു, ഇംഗ്ലീഷ് യൂട്യൂബറാണ്. പുള്ളിക്കാരി ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഒരു ദിവസം കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വന്നു. ഇപ്പോഴല്ല, ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ആ കാര്യം ഓർത്തത്. പുള്ളിക്കാരിക്ക് ഒരു കൊറോണയ്ക്കൊക്കെ മുന്നേ പുള്ളിക്കാരുടെ ഫേസിൽ ഒരു ചെറിയ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വന്നു. അപ്പൊ അന്ന് വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ, ഇതൊരു ചെറിയ സ്റ്റോറി കേട്ടോ, അന്ന് പുള്ളിക്കാരി വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതൊരു അവര് പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊരു ഇതായിട്ട് വന്നതാണ്. എന്താണ്, അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇങ്ങനെ PR ഒക്കെ വരുന്ന പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നയാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ തീരെ പറ്റാണ്ടായപ്പോൾ അവർ ഡോക്ടറിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണെന്ന്. അപ്പൊ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു അന്ന് നമുക്കിപ്പോഴാണ് ഈ ഒരു ഫേസ് വാഷിംഗ് ബ്രഷസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഇതായെങ്കിലും അന്ന് പുറത്തോട്ടൊക്കെ രാജ്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ സിലിക്കോൺ ബേസ്ഡ് ബ്രഷസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണമാണ് അവർക്ക് ആ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വന്നത്. അപ്പം അതായത് നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവും, ഒരു അലർജിക് റിയാക്ഷൻ കണക്ക് വരും. അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഫേസ് ബ്രഷസ് യൂസ് ചെയ്യുന്നതിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിന് വരും, സ്കിൻ ബാരിയർ ഡാമേജ് ആവും. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ ഒരിക്കലും ഓവറായിട്ട് ഒരിക്കലും ഫേസ് വാഷിംഗ് ബ്രഷസ് യൂസ് ചെയ്യരുത്. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ മേക്കപ്പ് റിമൂവിങ് പാഡുകൾ ഉണ്ട്, നല്ലതാണ്, നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ല ക്ലെൻസിങ് ഓയിൽ വെച്ചിട്ട് നമുക്കത് ഡ്രാഗ് ചെയ്ത് കളയാൻ നല്ലതാണ്. പക്ഷെ അത് യൂസ് ചെയ്യാം, അത് ഓവർ യൂസ് ചെയ്യരുത്. കാരണം എന്തെന്ന് വെച്ചാൽ അത് ഒരു മിനിമം പ്രഷറിൽ മാത്രമേ വലിക്കുള്ളൂ. ഭയങ്കരമായിട്ട് ഈ ഒറ്റ വലിപ്പിൽ തന്നെ എല്ലാ അഴുക്കും വരണം, അല്ലെങ്കിൽ എല്ലാ മേക്കപ്പ് റെസിഡ്യൂസും വരണം എന്നുള്ള രീതിയിൽ ഭയങ്കര വലിക്കരുത്. നമ്മുടെ സ്കിന്നാണ്, സോഫ്റ്റ് ആണ്, ആ ഡ്രാഗിങ് കാരണം ഫൈൻ ലൈൻസും റിങ്കിൾസും വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ടുണ്ട്. അടുത്തതാണ് സ്കിന്നിന്റെ എല്ലാ ഫേസിലെ സ്കിന്നിനെ നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ പേഴ്സണൽ ഇഷ്യൂസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്കെന്ന് വെച്ചാൽ നോസിന്റെ ഏരിയാസിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. അല്ലെങ്കിൽ എന്റെ മറ്റുള്ള ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും എനിക്ക് പ്രധാനമായും ഇവിടെ നോസിന്റെ ഏരിയാസിൽ എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ട്. പക്ഷെ എന്റെ കവളിന്റെ ഈ ഒരു ഭാഗത്തോട്ട് പോയാൽ എനിക്ക് കുറച്ച് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്, സൺ ഡാമേജ് കാരണോ അല്ലെങ്കിൽ ചിലപ്പോ ഹെബിറ്റ് കാരണം ഉണ്ടായ ഹൈപ്പർ പിഗ്മെന്റേഷൻ, അല്ലെങ്കിൽ കുരു വന്നിട്ടുണ്ടായ ഹൈപ്പർ പിഗ്മെന്റേഷൻ, അങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്റെ ഫേസിൽ എല്ലായിടത്തും ഞാൻ അപ്പോൾ ഒരുപോലെ അല്ല ഞാൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഒരു ഫേസ് വാഷ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എവിടെയാണോ ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അത് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. എന്റെ ഇതിൽ വെച്ചപ്പോൾ എനിക്ക് മൂക്കിന്റെ ഭാഗത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള ആളാണ്. ഇപ്പൊ കുറവുണ്ട്, ഞാൻ ലൈക്ക് ഒരു നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ, അത് നമ്മൾ പറയണോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ നോസ് ഏരിയാസിലും എന്റെ ചീക്കിന്റെ അവിടെയൊക്കെ ഞാൻ കൂടുതലും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് കോൺസെൻട്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യും. അതായത് അവിടെ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ ഫേസ് വാഷ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ള ഭാഗത്ത് ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്ത്, കാരണം ആ കഴിഞ്ഞിട്ടുള്ള പതയായിരിക്കും ഞാൻ ബാക്കി ഫേസിലോട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ അവിടെയാണ് എനിക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതൽ. എന്റെ ബാക്കി ചിന്നിന്റെ അവിടെയൊക്കെ കുറച്ച് നോർമൽ സ്കിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഓവറായിട്ട് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്റെ സ്കിൻ ഡ്രൈ ആവും. അപ്പൊ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സ്കിന്നിന്റെ എവിടെയാണോ ഓയിൽനെസ് ഉള്ളത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. കൂടുതലും നമ്മൾ T സോണിലായിരിക്കും ഓയിൽനെസ് ഉണ്ടാവുക, അവിടെ അങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ചും ഇത് ഉണ്ടാകുന്ന കോമ്പിനേഷൻ സ്കിൻകാർക്ക് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ഫേസ് വാഷ് എടുക്കണം അങ്ങനെ ഞാൻ പറയത്തില്ല. ഒരു ഫേസ് വാഷ് മതി, അല്ലെങ്കിൽ 2 ഫേസ് വാഷ് വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ
മോർണിംഗിൽ നമ്മൾ ജെന്റിലായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് വാഷിൽ നൈറ്റിലോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ്, നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ഓൺ നിങ്ങളുടെ ഏത് ഭാഗത്താണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളത് അവിടെ. പക്ഷെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. ഒരു ചെറിയ രീതിയിൽ ഒരു മൈൽഡ് എക്സ്ഫോളിയേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അതിനെപ്പോഴും നല്ലത് സെറമാണ്. എനിവേസ്, അതങ്ങനെ. രണ്ടാമത്തെ എന്ന് വെച്ചാൽ എനിക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടുതലുള്ള നമ്മൾ സൈഡ് ഏരിയാസിലായിരിക്കും. അപ്പൊ ഞാൻ അവിടെ ആയിരിക്കും എന്റെ കോജിക് ആസിഡ് കൂടുതലായിട്ട് ഞാൻ സെറംസ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എന്റെ ഫേസ് മൊത്തം ഒരുപോലെ യൂസ് ചെയ്ത് കോജിക് ആസിഡ് ഞാൻ 3 ഡ്രോപ്സ് എടുക്കുകയാണെങ്കിൽ എവിടെയാണ് എനിക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടുതലുള്ളത് അവിടെ ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഞാൻ ടച്ച് ചെയ്ത് വിടും. അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് എവിടെയാണോ പ്രശ്നം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാണ്ട് എല്ലായിടത്തും ഒരുപോലെ എത്തണം എന്ന് പറഞ്ഞിട്ട് സെറംസ് യൂസ് ചെയ്ത്. കാരണം ഒന്ന് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സെറം വേസ്റ്റ് ചെയ്യും. കാരണം എല്ലായിടത്തും ഒരുപോലെ എത്തണ്ടേ. അപ്പൊ നമ്മൾ സെറം വേസ്റ്റ് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന റീസൺ ഒരു സൊല്യൂഷൻ കിട്ടത്തില്ല. കാരണം ഒരുപാട് ടൈം യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാ ഫേസ് ഏരിയാസും ഒരുപോലെ ട്രീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ആക്റ്റീവ്സ് ഒരുമിച്ച് ഒരു സ്കിൻ കെയറിൽ ആഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പം ആക്റ്റീവ്സ് ഒരുപാട് ആഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ കെയർ നന്നാവണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന ഒരാളെ എടുത്ത് ബേസിക് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളെ എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും എക്സ്ട്രീംലി രണ്ട് റിസൾട്ട് കിട്ടും. പക്ഷെ ചില സമയത്ത് ബേസിക് ചെയ്യുന്ന ആൾക്കാർക്കും നല്ല സ്കിൻ കിട്ടാൻ ചാൻസ്. അതിന് റീസൺ എന്തെന്ന് വെച്ചാൽ ഒരുപാട് ആക്റ്റീവ്സ് നമ്മൾ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആക്റ്റീവ്സ് യൂസ് ചെയ്യാം. ഒന്നാമത്. രണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ബേസിക് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മതിയായിരിക്കും നിങ്ങളുടെ സ്കിന്നിന്റെ പ്രോബ്ലംസ് മാറാനായിട്ട്. കാരണം ചിലപ്പോൾ ഡ്രൈനെസ്സും ഒക്കെ ഒരു ചെറിയ ഇച്ചിനെസ്സും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു റെഡ്നെസ്സും ഒക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ സൺ ഡാമേജ് കാരണം, സൺ ഇഷ്യൂസ് കാരണം, അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസർ ചെയ്യാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഒരു മിനിമൽ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നം ചിലപ്പോൾ സോൾവ് ആവും. ആ സമയത്ത് നിങ്ങൾ ഡ്രൈനെസ് മാറ്റാനായിട്ട് ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നു, ഇച്ചിനെസ് മാറാനായിട്ട് അസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നു, എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് യൂസ് കഴിഞ്ഞാൽ സ്കിന്നിന് പണി കിട്ടും. ഏത് സാധനം എന്താണ് ഇപ്പൊ നടക്കണേന്ന് നമ്മൾ മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോ. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ സ്മാർട്ടാണ്, അതിനറിയാം എന്തൊക്കെ അതിന് വേണം എന്നുള്ള കാര്യം. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ എത്ര സ്കിൻ കെയർ ചെയ്യുന്നു എന്ന് പറയുന്നത് അതൊക്കെ ആഡ് ഓൺ ആണ്. നമ്മുടെ സ്കിന്നിനെ അറിയാം. നമ്മൾ പിന്നെ സ്കിന്നിന് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പൊ ആ സപ്പോർട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പൊട്ടിത്താറിപ്പം നമ്മളിപ്പോ ഈ വള്ളി ഇത് പടർന്ന് പിടിക്കാനായിട്ട് നമ്മളൊരു കമ്പ് കൊടുക്കുക, അത്ര മതി. അല്ലാണ്ട് വള്ളിക്കിട്ട് പണി കൊടുത്തു കഴിഞ്ഞാൽ വള്ളി പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ബേസിക് ആയിട്ടുള്ള എന്താണോ അത് മാത്രം കൊടുക്കുക. അപ്പൊ ഒരുപാട് ആക്റ്റീവ്സ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും, ചേച്ചി ഞാൻ വിറ്റാമിൻ സിയും സാലിസിലിക് ആസിഡ് ഒരുമിച്ച് ഉപയോഗിക്കട്ടെ? കുഴപ്പമില്ലല്ലോ, എന്റെ സ്കിൻ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ ഒരുമിച്ച് ഉപയോഗിച്ച് നോക്കട്ടെ? അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിലപ്പോൾ ഓയിലി സ്കിൻ പോലും ആയിരിക്കത്തില്ല. പക്ഷെ എല്ലാവരും സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുന്ന കണ്ടിട്ട് എന്റെ സ്കിൻ കെയറിൽ സാലിസിലിക് ആസിഡ് ഇരുന്നോട്ടെ, എല്ലാവരും വിറ്റാമിൻ സി ഉപയോഗിക്കുന്ന എന്റെ സ്കിൻ കെയറിൽ വിറ്റാമിൻ സി ഉപയോഗിക്കട്ടെ, അങ്ങനെ വിചാരിക്കും. നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം ഏതാണോ അതിന് വേണ്ടിയുള്ള ആക്റ്റീവ്സ് മാത്രം യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ബേസിക്കലി എന്റെ ഇതിലെന്ന് വെച്ചാൽ രണ്ട് ആക്റ്റീവ്സിന്റെ ആവശ്യമേ ഒരു 24 ഏജിന് മുകളിലോട്ടുള്ള ആൾക്കാർക്കേ ഉള്ളൂ. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി, റെറ്റിനോൾ. മോർണിംഗിൽ വിറ്റാമിൻ സി ഉപയോഗിക്കുക, നൈറ്റിന് റെറ്റിനോൾ യൂസ് ചെയ്യുക. റെറ്റിനോൾ ആഴ്ച 4 ദിവസം മതി. പിന്നെ വീക്കിലി ഒന്ന് കെമിക്കൽ പീലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതി, അത്ര മതി. നമുക്കപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ നല്ലൊരു എഫക്റ്റ് കിട്ടും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും യൂസ് ചെയ്യണം എന്നേ ഉള്ളൂ. അതിന്റെ കൂടെ സാലിസിലിക് ആസിഡ് സിറം, കോജിക് ആസിഡ് സിറം, കോജിക് ആസിഡ് മീനും ഹൈപ്പർ പിഗ്മെന്റേഷന്റെ കുഴപ്പമില്ല കേട്ടോ. സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, ഹൈഡ്രോണിക് ആസിഡ്, ഗ്ലിസറിൻ എല്ലാം, അലോവേറ ജെൽ എല്ലാം കൂടെ എടുത്തിട്ട് വാരി അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് സ്കിന്നിന് പണി കൊടുക്കും. അങ്ങനെ ചെയ്യണം. നിങ്ങൾ ആഡ് ഓൺ ചെയ്തോ, ഹൈഡ്രേഷൻ ആണെങ്കിൽ ആഡ് ഓൺ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ആക്റ്റീവ്സ് ഓവർ ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ഓൺ ചെയ്യുമ്പോൾ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, സ്കിൻ ഇറിറ്റേഷൻസ് വരും. നമ്മൾ ചെയ്യുന്നത് വെറുതെ കുറെ പൈസ മുടക്കുകയും ചെയ്യും, നമ്മുടെ സ്കിന്നിന് പണി കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട. ഒന്നുകിൽ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്യുക, ആവശ്യത്തിന് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം മനസ്സിലാക്കി അതിന് മാത്രമുള്ള സെറംസ് യൂസ് ചെയ്യുക. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്കൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞാനിപ്പോ കുറെ നാളായിട്ട് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുന്നുള്ളൂ. ഒന്ന് എനിക്ക് ഭയങ്കര ചൂട് പറ്റണില്ല, അപ്പൊ എനിക്ക് ഓവറായിട്ട് സ്കിൻ കെയർ ചെയ്തിരിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിയർത്തൊലിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുളിച്ച് കഴിഞ്ഞിട്ട് ബേസിക് ആയിട്ട് എന്റെ സ്കിൻ കെയർ, എന്റെ മോയ്സ്ചറൈസർ, എന്റെ എസൻസ്, എന്റെ ടോണർ, ഇത് 3 മാത്രം യൂസ് ചെയ്യും. പിന്നെ രാത്രി ഓവറായിട്ട് എനിക്ക് ഡ്രൈനെസ് തോന്നുന്നുണ്ട്, ഞാൻ ചെറിയൊരു ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യും. കാരണം എനിക്ക് ആ ഡ്രൈനെസ് ഫീൽ ചെയ്യാതിരിക്കാൻ എന്റെ മോയ്സ്ചറൈസറും എസൻസ് എനിക്ക് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. അടുത്താണ് ഓയിലി സ്കിൻകാർ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ സ്കിൻ കെയർ ഹാബിറ്റ് മിസ്റ്റേക്ക് എന്ന് പറയും, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നൈറ്റ് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതല്ല, നിങ്ങൾ മോയ്സ്ചറൈസറേ യൂസ് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാം ഓയിലി സ്കിൻ കാരാണ്, എനിക്ക് ഫേസിൽ ഓയിലി, പിന്നെ ഞാൻ എന്തിന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്.
നമ്മുടെ സ്കിന്നിൽ എപ്പോഴാണ് ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നത്? ഇനഫ് ഹൈഡ്രേഷൻ കിട്ടാത്ത സമയത്തല്ലേ. അപ്പൊ നമ്മൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു ജെൽ ബേസ്ഡ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും കൂടെ പറ്റും. മാത്രമല്ല നമുക്ക് ആ ഒരു ഹെവിനെസ് തോന്നത്തില്ല സ്കിന്നിൽ. അപ്പൊ ഓയിലി സ്കിൻ ആണെങ്കിൽ എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ചൂടുള്ള സമയമാണ്, നിങ്ങൾക്ക് ഓവറായിട്ട് മോയ്സ്ചറൈസർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തോ കുഴപ്പമില്ല. കാരണം സൺസ്ക്രീനകത്ത് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറിനകത്ത് കുറച്ച് ഫിൽറ്റേഴ്സ് കൂടെ ആഡ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. അപ്പൊ നമുക്ക് ആവശ്യത്തിലധികം ഹൈഡ്രേഷൻ അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. ഒന്നുകിൽ നിങ്ങൾ സൺസ്ക്രീനെങ്കിലും യൂസ് ചെയ്യാം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഒന്നാമത്തെ. രണ്ടാമത്തേന്ന് വെച്ചാൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്, അപ്പൊ നിങ്ങൾക്ക് ഓയിലിന്റെ ആവശ്യമില്ല. വെറുതെ ഫേഷ്യൽ ഓയിൽ വാങ്ങിച്ച് പൈസ വേണ്ട. എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യൽ ഓയിൽ ആയാലും നിങ്ങൾക്ക് ഹൈഡ്രേഷൻ നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഹൈഡ്രേഷൻ സ്കിന്നിൽ തരുന്നുണ്ട്. നിങ്ങളിപ്പോ ചിലപ്പോൾ AC-ലേക്ക് കിടന്നിട്ട് ഉറങ്ങുമ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നെങ്കിൽ ഒന്ന് 2-3 ഡ്രോപ്പ് ഓയിൽ നിങ്ങളുടെ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്താലും മതി. അതിനപ്പുറത്തോട്ട് ഒരു സ്ക്വാലിൻ ടൈപ്പ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഓവറായിട്ട് ഓയിൽ അല്ലാത്ത നമുക്ക് വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള ഓയിലേ അത് അത്ര മതി നമുക്ക് ഫേഷ്യൽ ഓയിൽ സ്കിൻ കെയറിൽ. ബേസിക്കലി വേണ്ട, പിന്നെ എന്നാലും താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ്. അപ്പം ഓയിലി സ്കിൻകാരാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇനി ഡ്രൈ സ്കിൻകാർ, നിങ്ങൾ ഡ്രൈ സ്കിൻ ആണ് പക്ഷേ മോയ്സ്ചറൈസർ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ ജെൽ ടൈപ്പ് ആകുമ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഓൾറെഡി ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ നിങ്ങൾ മാറ്റ് ഫിനിഷ്ഡ് മോയ്സ്ചറൈസർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവറായിട്ട് സ്കിൻ മാറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു കോമൺ ആയിട്ട് കാണുന്ന 5 സ്കിൻ കെയർ ഹാബിറ്റ് മിസ്റ്റേക്കുകൾ. ഇനിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോയിൽ. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.